ശ്രീജിത്ത്, നമുക്കറിയാം ഈ ആരോഗ്യവകുപ്പില് ഭാഗത്ത് എന്ത് വീഴ്ച ഉണ്ടായാലും അതിനെ ന്യായീകരിക്കുന്ന ഒരു മന്ത്രിയെ മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനപ്പുറം അവരുടെ തെറ്റ്, അവരുടെ വീഴ്ച ഉണ്ടായി എന്ന് ഒരു കാരണവശാലും അവർ സമ്മതിക്കാറില്ല. ഇവിടെയും ഇത്രയും വലിയൊരു അനാസ്ഥ ഉണ്ടായിട്ട് ഒരു മനുഷ്യജീവൻ പൊലിഞ്ഞിട്ട് പോലും ഇതേ രീതിയിലുള്ള ന്യായീകരണം നടത്തുന്നു. ഇവിടെ ഒരു വീഴ്ച സംഭവിച്ചത് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ അതോ ആശുപത്രിയുടെ ഭാഗത്താണോ? അതായത് ഈ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ഭാഗത്താണ് വീഴ്ച ഉണ്ടായത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം? ആരോഗ്യമന്ത്രി ഈ സംഭവത്തിന് ശേഷം, അതായത് ഈ ബിന്ദു എന്ന സ്ത്രീ അവരുടെ മരണവാർത്ത അറിഞ്ഞ ശേഷം മന്ത്രിയുടെ പ്രതികരണം ലഭ്യമായിരുന്നോ? ലഭ്യമല്ല. നിലവിൽ അവർ ഇവിടെ ഇല്ല. ഈ ആശുപത്രിയുടെ ഈ അപകടം നടക്കുന്ന സ്ഥലത്ത് മാത്രമാണ് നമ്മൾ ഉള്ളത്. ടോം, മറ്റ് ഭാഗങ്ങളിൽ എവിടെയെങ്കിലും അവരുണ്ടോ എന്നത് വ്യക്തമല്ല. ഈ മരണം, ഈ രോഗിയുടെ ഈ മരിച്ച ബിന്ദുവിൻ്റെ മൃതദേഹം എത്തിച്ച സ്ഥലത്തേക്ക് അവരെ കൊണ്ടുവന്നോ എന്നത് വ്യക്തമല്ല. എന്തായാലും നിലവിലിവിടെ സുരക്ഷാ പ്രവർത്തനം നടത്തുന്നു എന്നുള്ളിടത്ത് തന്നെയാണ്. അവിടെയാണ് ഏറ്റവും പ്രധാനമായ ആകാംക്ഷകളും ഒരു ആശങ്കകളും ഒക്കെ നിൽക്കുന്നത്. ഈ കെട്ടിടത്തിൻ്റെ ബാക്കി ഭാഗം ഇങ്ങനെ നിൽക്കുകയാണ്. അത് ഏതെങ്കിലും ഘട്ടത്തിൽ തകർന്നു വീഴുമോ എന്ന ആശങ്കയോടുകൂടിയാണ് ഇവിടെ രക്ഷാപ്രവർത്തനം നടക്കുകയും ചെയ്യുന്നത്. ഒരു കാര്യമുള്ളത്, ടോം, കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇത്തരം ന്യായീകരണങ്ങൾ നടത്തിയെങ്കിലും ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഉന്നയിച്ച ആരോപണങ്ങൾ സിസ്റ്റത്തിന് പിഴവുണ്ട് എന്ന് ഇതാദ്യമായി ആരോഗ്യമന്ത്രി തുറന്നു പറഞ്ഞ ആഴ്ച കൂടിയാണ് കടന്നു പോകുന്നത്. ആ സിസ്റ്റത്തിൻ്റെ പിഴവ് കേവലം അവിടെ മാത്രമല്ല, ഇത്തരം സംവിധാനങ്ങളിൽ കൂടി ഉണ്ട് എന്നുകൂടി ഫലത്തിൽ മനസ്സിലാക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. ഇതിനുശേഷം എങ്ങനെയായിരിക്കും അക്കാര്യത്തിലൊരു പ്രതികരണം ഉണ്ടാകുക എന്നൊക്കെയുള്ളത് തീർച്ചയായും കാണേണ്ടതാണ്. ഇവിടെ എന്തായാലും നിരവധി ആളുകൾ തടിച്ചുകൂടിയിട്ടുണ്ട്. ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ തടിച്ചുകൂടിയ ഒരു സാഹചര്യമാണുള്ളത്. ചാണ്ടിയുമ്മൻ MLA പോലുള്ളവരൊക്കെ പല ഘട്ടത്തിൽ മാധ്യമങ്ങളോട് പ്രതിഷേധിക്കുകയും പലതരം പ്രതികരണങ്ങൾ നടത്തുകയൊക്കെ ചെയ്തു. സ്ഥലം MP ഫ്രാൻസിസ് ജോർജ് എത്തിയിരുന്നു. അങ്ങനെ പലരും എത്തി. വിവിധ കേരള കോൺഗ്രസിൻ്റെ മോൻസ് ജോസഫ് ഉൾപ്പെടെയുള്ള നേതാക്കൾ, കോൺഗ്രസ് നേതാവ് KC ജോസഫ് ഉൾപ്പെടെ, CPM ജില്ലാ സെക്രട്ടറി KR രഘുനാഥ് ഉൾപ്പെടെയുള്ള പലരും ഇവിടെ എത്തിയിരുന്നു. ഏതാണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടി കക്ഷികളും ഉണ്ട്. BJPയുടെ ലിജിൻ ലാലിനെ പോലുള്ള നേതാക്കൾ, ജില്ലാ അധ്യക്ഷൻ അങ്ങനെ എത്തിയിരുന്നു. അങ്ങനെ പലരും ഇവിടെ പ്രവർത്തിച്ച് വരുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെയാണുള്ളത്. എന്തായാലും നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന പൂർണ്ണമായും പൂർത്തിയായിട്ടുണ്ടോ? കാരണം ഈ അപകടം നടന്ന ഉടൻ തന്നെ ആരോഗ്യമന്ത്രി വീണ ജോർജും മന്ത്രി VN വാസവനും സ്ഥലത്തെത്തിയിരുന്നു. നമുക്കറിയാം VN വാസവന്റെ അദ്ദേഹത്തിൻ്റെ നിയോജകമണ്ഡല പരിധിയിലുള്ള ഒരു മെഡിക്കൽ കോളേജ് കൂടിയാണ്. അദ്ദേഹം ഉൾപ്പെടെ അവിടെ എത്തിയതാണ്, ഈ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി അവിടെ എത്തിയതാണ്. പക്ഷേ അതിനുശേഷവും ഇങ്ങനെയൊരു സ്ത്രീ, ഒരാളവിടെ കുടുങ്ങിയിട്ടുണ്ട് എന്ന് ആദ്യഘട്ടത്തിൽ എന്തുകൊണ്ടാണ് മനസ്സിലാക്കാൻ കഴിയാതെ പോയത്? തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഈ വീണ് കിടക്കുന്ന സാഹചര്യത്തിൽ സ്ഥലത്ത് നിന്ന് എന്തെങ്കിലും പറ്റിയോ എന്ന പരിശോധനയാണ് അവർ ആദ്യഘട്ടത്തിൽ നടത്തിയത്. അതിനുശേഷം കുഴപ്പമൊന്നുമില്ല എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അതിനുശേഷവും അങ്ങനൊരു ദുരന്തമുണ്ടായി എന്ന് സ്ഥിരീകരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ. അതായത് രക്ഷാപ്രവർത്തനം വൈകിയ ശേഷവും ഇവിടെ ഇങ്ങനെ കിടക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ദയനീയമായിട്ടുള്ളത്. എന്തായാലും പല നേതാക്കളും പലരോടായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ എന്തായാലും ഇവിടെ ഉള്ളവരെ പരമാവധി ആളുകളെ വാർഡുകളിൽ നിന്ന് മാറ്റി കൊണ്ടുപോയി മറ്റ് സ്ഥലങ്ങളിലേക്ക് പാർപ്പിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. എന്തായാലും ടോം നേരത്തെ ചോദിച്ചതുപോലെ ആരോഗ്യമന്ത്രിയുടെ പ്രതികരണമാണ് ഇക്കാര്യത്തിൽ ഇനി ഏറ്റവും പ്രധാനമായി വരേണ്ടത്. അവർ ഒരുപക്ഷെ മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. നിലവിൽ എന്തായാലും ഇവിടെ രക്ഷാപ്രവർത്തനം ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു. നിലവിൽ മറ്റാരും ഇതിൽ കുടുങ്ങിയിട്ടില്ല എന്ന് തന്നെ മനസ്സിലാക്കേണ്ടി വരും. ഒരാൾ ഈ ദുരന്തത്തിൽ മരിച്ചു. തലയോലപ്പറമ്പ് സ്വദേശിനി ബിന്ദുവാണ് ഈ ദുരന്തത്തിൽ മരിച്ചത്. ശ്രീജിത്ത്, ഇപ്പോൾ ഈ പൂർണ്ണമായും അവിടുത്തെ ഇടിഞ്ഞു വീണ കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്തോ? മറ്റനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാമല്ലോ. കാരണം അവിടെ നിന്നും ഈ മണ്ണ്, കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇനി നീക്കം ചെയ്യാനുണ്ടോ? ഇനി ടോം, നമുക്ക് ദൃശ്യങ്ങൾ, തത്സമയ ദൃശ്യങ്ങളാണ്. ഇതിൽ നമുക്ക് കാണുന്ന വിവരം അനുസരിച്ച് ഇനി നിലവിൽ ഇവിടെ നിന്ന് ഈ കെട്ടിട അവശിഷ്ടങ്ങൾക്കുള്ളിൽ ആരും കുടുങ്ങിക്കിടക്കുന്നില്ല. ഇനി ഉള്ളത് ഈ തകർന്നു നിൽക്കുന്ന കെട്ടിട ഭാഗങ്ങൾ, അത്
വലിയ അപകടം കൂടാതെ ഇടിച്ച് താഴേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ബാക്കി കെട്ടിടത്തിന്റെ പ്രവർത്തനം നിർത്തിവെക്കാൻ പരിപൂർണമായും തീരുമാനിച്ചിട്ടുണ്ട്. ഇത് പൂർണ്ണമായും അടച്ചിടുന്ന സ്ഥിതിയായിരിക്കും ഉണ്ടാകുക എന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ എന്തായാലും ഈ ഒരു ഭാഗത്ത്, അതായത് ഉള്ള മണ്ണും കല്ലുമൊക്കെ മാറ്റുക, ആ ജോലികളാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉള്ളിൽ വാർഡിന്റെ പ്രവർത്തനം പൂർണ്ണമായും നേരത്തെ തന്നെ അപകടം ഉണ്ടായപ്പോൾ തന്നെ നിർത്തിവെച്ചിരുന്നു. ഇതിനെയും ബാക്കി കെട്ടിടം എങ്ങനെ ഇടിച്ചു പൊളിക്കുക, അതിലുള്ള തുടർ നടപടികൾ എങ്ങനെ എന്നുള്ളതൊക്കെ സംബന്ധിച്ച് ഇനി വൈകാതെ ഒരു വ്യക്തത വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ചാണ്ടിയുമ്മൻ MLA ഇവിടെ നിൽപ്പുണ്ട്, നമുക്ക് സംസാരിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ എന്തായാലും നമുക്ക് അദ്ദേഹത്തിലേക്ക് എത്താം. ടോം, എന്തായാലും ഇവിടെ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഇനിയുള്ളത് ഈ പൊളിഞ്ഞു നിൽക്കുന്ന കെട്ടിടത്തിന്റെ ഭാഗം ഇവിടെ നിന്ന് നീക്കുക എന്ന ജോലിയാണ്. അതിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ദുരന്തത്തിൽ തലയോലപ്പറമ്പ് സ്വദേശിനിയായ ബിന്ദുവിന് അപകടം സംഭവിച്ചിട്ടുണ്ട്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഇതാ എത്തിയിരിക്കുന്നു. നമുക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി അദ്ദേഹത്തിനൊപ്പം ഈ ഫ്രാൻസിസ് ജോർജ് MP ഉൾപ്പെടെയുള്ളവരുണ്ട്. അങ്ങനെ കോൺഗ്രസ് നേതാക്കൾ, ഇവിടുത്തെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ എത്തിക്കൊണ്ടാണ് ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. അതായത് ഈ UDF MLA-മാരുടെ പ്രതിനിധി സംഘം മെഡിക്കൽ കോളേജ് സന്ദർശിക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം പ്രതികരിക്കും എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. അദ്ദേഹം മറ്റ് ചില യാത്രകളിലായിരുന്നു. അതിനുശേഷം അല്പസമയം മുമ്പാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ പ്രതികരണം നമുക്ക് വൈകാതെ നൽകുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും അദ്ദേഹം എന്താണ് പറയുന്നത് എന്ന് നമുക്ക് അറിയാം. നമുക്ക് അദ്ദേഹത്തോട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA എങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഞങ്ങൾ ഒരുമിച്ച് കണ്ടോളാം. എല്ലാവരും കൂടെ ടോമ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് അതാണ്, അതായത് ഒരുമിച്ച് മാധ്യമങ്ങളെ കാണാം എന്നാണ്. അതായത് ഇതൊരു UDF പ്രതിനിധി സംഘത്തിന്റെ സന്ദർശനമാണ് നടക്കുന്നത്. ആ സന്ദർശനം പൂർത്തിയാക്കി ഇവിടുത്തെ പ്രശ്നങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കിയ ശേഷം പ്രതികരിക്കാമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും നിലവിൽ ഇവിടെ UDF-ന്റെ MLA-മാരും കോട്ടയം MP ഫ്രാൻസിസ് ജോർജിനെ പോലുള്ളവരും എല്ലാവരും ഉണ്ട്. അവരിവിടെ സ്ഥിതിഗതികൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. രക്ഷാപ്രവർത്തനം ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നു എന്ന് എന്തായാലും ഈ കെട്ടിടം ഈ ഭാഗം ഏതാണ്ട് പൂർണ്ണമായും ഇടിച്ചു മാറ്റുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഇടിഞ്ഞു വീണ ബാത്റൂമിന്റെ വിവിധ ഭാഗങ്ങൾ പൊളിച്ചു മാറ്റുന്ന രീതിയാണുള്ളത്. ഇപ്പോൾ UDF-ന്റെ പ്രതിനിധി സംഘം ഫ്രാൻസിസ് ജോർജ് MP, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, ചാണ്ടി ഉമ്മൻ MLA ഉൾപ്പെടെയുള്ളവർ ഈ അപകടം നടന്ന കോട്ടയം മെഡിക്കൽ കോളേജിലെ സംഭവ സ്ഥലം സന്ദർശിക്കുകയാണ്. അതിനുശേഷം UDF-ന്റെ പ്രതിനിധികൾ, UDF നേതാക്കൾ മാധ്യമങ്ങളെ കാണും. ശ്രീജിത്ത്, ഈ UDF-ന്റെ പ്രതിഷേധം അവസാനിച്ചിട്ടുണ്ടോ? കാരണം ഈ രക്ഷാപ്രവർത്തനത്തിൽ വീഴ്ച ഉണ്ടായി, രക്ഷാപ്രവർത്തനം വൈകി, അതുകൊണ്ടാണ് ഒരു സ്ത്രീയുടെ ജീവൻ നഷ്ടപ്പെട്ടത് എന്നൊരു ആക്ഷേപം നേരത്തെ ചാണ്ടിയുമ്മൻ ഉന്നയിച്ചിരുന്നു. ചാണ്ടിയുമ്മൻ ഈ സംഭവം ഉയർത്തിക്കൊണ്ട് പ്രതിഷേധിച്ചിരുന്നു. ഇപ്പോഴും അത്തരം പ്രതിഷേധം നിലനിൽക്കുന്നുണ്ടോ? പ്രതിഷേധങ്ങൾ ഇവരുടെ വാക്കുകളിലാണ് ഉള്ളത്, അല്ലാതെ ഒരു പ്രതിഷേധ പ്രകടനം പോലെയുള്ള കാര്യങ്ങളല്ല. പക്ഷെ ഉദ്യോഗസ്ഥരുമായി പോലും തർക്കിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. ചാണ്ടിയുമ്മൻ MLA പോലുള്ളവർ ഒക്കെയും ഇവിടെ എത്തി ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. എന്തായാലും നിലവിൽ അദ്ദേഹം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA-യുടെ നേതൃത്വത്തിലുള്ള സംഘമാണ്. MP ഫ്രാൻസിസ് ജോർജ് ഉണ്ട്, ചാണ്ടിയുമ്മൻ MLA ഉണ്ട്, DCC അധ്യക്ഷൻ നാട്ടകം സുരേഷ് ഉണ്ട്, അങ്ങനെ പ്രിൻസ് ലൂക്കോസ് ഉണ്ട്, കേരള കോൺഗ്രസ് M-ന്റെ നേതാവ്. അങ്ങനെ ഏതാണ്ട് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തി. രാഷ്ട്രീയ നേതാക്കൾ, UDF-ന്റെ രാഷ്ട്രീയ നേതാക്കൾ ഒന്നാകെ ഇവിടെ എത്തി. ഇതൊരു രാഷ്ട്രീയ വിഷയമായി ഉയർത്തിക്കൊണ്ട് വന്നിരുന്നു തുടക്കം മുതൽ തന്നെ. ഇപ്പോഴും അത് തുടരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ അപകടം നടന്ന സ്ഥലത്ത് UDF-ന്റെ പ്രതിനിധി സംഘം സന്ദർശിക്കുകയാണ്. അവർ അല്പസമയത്തിനുള്ളിൽ മാധ്യമങ്ങളെ കാണുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അവർ മാധ്യമങ്ങളെ കാണാൻ തുടങ്ങുകയാണ്. ടോം, അവരുടെ വാക്കുകളിലേക്ക് പോകാം. അപകടം നടന്ന കോട്ടയം മെഡിക്കൽ കോളേജിൽ അപകടം നടന്ന സ്ഥലം UDF പ്രതിനിധികൾ സന്ദർശിക്കുകയാണ്.
ഫ്രാൻസിസ് ജോർജ് MP, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, ചാണ്ടി ഉമ്മൻ MLA, DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ് ഉൾപ്പെടെയുള്ളവരാണ് ഇപ്പോൾ സംഭവ സ്ഥലത്ത് എത്തിയിരിക്കുന്നത്.